അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ഓരോ ഷോർട്സ് ആയിട്ട് ഓരോ പാർട്ട് വെച്ചിടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് ബോണ്ട് എന്താണെന്നുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ബോണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് കെമിക്കൽ ബോണ്ട്, വീക്കസ്റ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് വാൻ ഡെർ വാൾ ഫോഴ്സ്. ഇതിന് രണ്ടിൻ്റെ ഇടയിൽ വരുന്നതാണ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമുക്ക് എന്താക്കി തിരിക്കാം? 4 ആക്കി തിരിക്കാം. ഒന്ന് അയോണിക് ബോണ്ട്, രണ്ടാമത്തെ കോവലൻ ബോണ്ട്, മൂന്നാമത്തെ കോർഡിനേറ്റ് ബോണ്ട്, നാലാമത്തെ മെറ്റാലിക് ബോണ്ട്. അതിൽ അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ അയോണിക് ബോണ്ടാണ് നമ്മൾ പറയുന്നത്. അയോണിക് ബോണ്ട് എന്ന് വെച്ചാൽ ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും തമ്മിൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ, രണ്ടാമത്താണ് കോവലൻ്റ് ബോണ്ട്. കോവലൻ്റ് ബോണ്ട് എന്ന് വെച്ചാൽ ഒരു നോൺ മെറ്റലും ഒരു രണ്ട് നോൺ മെറ്റൽസ് തമ്മിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, പിന്നെ കോർഡിനേറ്റ് ബോണ്ട് എന്ന് വെച്ചാൽ ഒരു മെറ്റലും ഒരു മോളിക്യൂൾ അഥവാ ലിഗാൻഡ് എന്ന് വിളിക്കും. അത് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പഠിക്കുമ്പോൾ പഠിക്കാം. അവർ തമ്മിലുള്ള ബോണ്ടാണ്. ഓക്കെ, പിന്നെ മെറ്റാലിക് ബോണ്ട് എന്ന് വെച്ചാൽ സാധാ പോലെ 2 മെറ്റൽ തമ്മിലുള്ള ബോണ്ടാണ്. ഇതിൽ സ്ഥലമൊന്നുമില്ല, ഞാൻ എൻ്റെ ഫോണിലത്തെ ഇതിലാണ് എഴുതുന്നത്. ഓക്കെ, പിന്നെ വീക്കസ്റ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് വാൻ ഡെർ വാൾ ഫോഴ്സ് എന്ന് പറഞ്ഞല്ലോ. അത് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് പോളാറും തമ്മിലുള്ള ബോഡികൾ തമ്മിലുള്ള അട്രാക്ഷൻ, അതിനെ നമ്മൾ വിളിക്കുക ഡൈപോൾ ഇൻട്രാക്ഷൻ എന്നാണ്. പിന്നെ പോളാറും നോൺ പോളാറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതിനെ നമ്മൾ വിളിക്കുക ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഫോഴ്സ് എന്നാണ്. പിന്നെ 2 നോൺ പോളാർ ബോഡീസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതിനെ നമ്മൾ വിളിക്കുക ഡിസ്പേർഷൻ ഫോഴ്സ് എന്നാണ്. ഓക്കെ അല്ലേ?